എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. ദ്രോണാചാര്യരുടെ കീഴിൽ കുമാരന്മാർ പരിശീലനം നടത്തുന്ന കഥയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുമാരന്മാരുടെ പരിശീലനം തുടർന്നു. ശിഷ്യന്മാരിൽ ഗദായുദ്ധത്തിൽ ഏറ്റവും മികച്ചവർ ഭീമനും ദുര്യോധനനുമായി തീർന്നു. വാളെടുത്തവരിൽ മുമ്പന്മാരായി നകുല സഹദേവന്മാർ. രഥവിദ്യയിൽ യുധിഷ്ഠിരൻ മികച്ചവനായി. അർജുനനാകട്ടെ സർവവിദ്യകളിലും മുന്നിട്ട് നിന്നു. ഉത്സാഹവും അഭ്യാസവും ഗുരുഭക്തിയും എല്ലാം ഏറ്റവും കൂടുതൽ പാർത്ഥനാണെന്ന് കണ്ട് ദുര്യോധനാദികൾക്ക് അമർഷം വർദ്ധിച്ചു. ആയിടയ്ക്ക് ദ്രോണാചാര്യർ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കി ഏറ്റവും ഉയർന്ന വൃക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന ശിഖരത്തിൽ സ്ഥാപിച്ചിട്ട് ഗുരു ശിഷ്യരിൽ ഓരോരുത്തരെയായി വിളിച്ചു. യുധിഷ്ഠിരനെയാണ് ആദ്യം പരീക്ഷിച്ചത്. നോക്കൂ, ആ വിദൂരമായ മരക്കൊമ്പിലെ പക്ഷിയാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിനെ ശ്രദ്ധയോടെ നോക്കിക്കാണുക. യുധിഷ്ഠിരൻ വില്ലുകുലച്ച് അമ്പു തൊടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു: നോക്കിക്കണ്ടു ഗുരു, ആ മരത്തെയും എന്നെയും നിന്റെ സഹോദരന്മാരെയും നീ കാണുന്നുണ്ടോ? ആ മരത്തെ ഞാൻ കാണുന്നുണ്ട്. പോരാ പോരാ എന്നായി ഗുരു. ആ വിധത്തിൽ ദുര്യോധനാദികളായ നൂറ്റവരോടും ഭീമനോടും ചോദിച്ചിട്ടും ആരുടെയും മറുപടിയിൽ ഗുരു തൃപ്തനായില്ല. അവരിൽ പലരും പക്ഷിയെ മാത്രമല്ല മരത്തെയും ഗുരുവിനെയും മറ്റുള്ളവരെയും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലർക്ക് പക്ഷിയും മരവും ഗുരുവും കണ്ണിൽപ്പെട്ടു. ചുരുക്കം ചിലർക്ക് പക്ഷിയും മരവും മാത്രവും. അക്ഷമനായ ഗുരു അർജുനനെ വിളിച്ച് ലാക്കു നോക്കുവാൻ നിർദ്ദേശം നൽകി. വില്ലുകുലയേറ്റി അമ്പു തൊടുത്ത് ലക്ഷ്യത്തിൽ കണ്ണുറപ്പിച്ചു നിൽക്കുന്ന കുമാരനോട് ഗുരു ചോദിച്ചു: പാർത്ഥ, നീ ആ മരവും പക്ഷിയും കാണുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? ഗുരു, എനിക്ക് പക്ഷിയെ മാത്രമേ കാണാവൂ എന്നായി കുമാരൻ. ഗുരു മന്ദഹസിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു: നീ പക്ഷിയെ പൂർണ്ണമായി കാണുന്നുണ്ടോ പാർത്ഥ? ഇല്ല ഗുരു, ഞാൻ പക്ഷിയുടെ ശിരസ് മാത്രമേ കാണുന്നുള്ളൂ. ഈ മറുപടി കേട്ട് കോൾമയർ കൊണ്ട് ഗുരു എയ്യൂ എന്ന് കൽപ്പിച്ചതും പാർത്ഥബാണമേറ്റ് പക്ഷിയുടെ തലയേറ്റ് നിലത്ത് വീണതും ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞു. എല്ലാവരും അത്ഭുതത്തോടെ കുമാരനെ അഭിനന്ദിക്കുകയായി. മറ്റൊരിക്കൽ ശിഷ്യരോടൊത്ത് ദ്രോണാചാര്യർ ഗംഗയിൽ കുളിക്കാനായി പോയി. കുളിച്ചുകൊണ്ട് നിന്ന ദ്രോണരുടെ കാലിൽ ഒരു മുതല പിടികൂടി വലിച്ചു താഴ്ത്തി തുടങ്ങി. നക്രത്തെ അമ്പെയ്തു കൊല്ലൂ എന്ന് ഗുരു വിളിച്ചു പറഞ്ഞത് കേട്ട ശിഷ്യന്മാർ വില്ലെടുത്ത് തൊടുത്തെങ്കിലും അമ്പെയ്യാൻ അറച്ചു നിന്നു പോയി. ബാണം ഉന്നം തെറ്റി ഗുരുവിനാണ് ഏൽക്കുന്നതെങ്കിലോ? പക്ഷേ അർജുനകുമാരൻ മിന്നൽ പോലെ വില്ലെടുത്ത് തൊടുത്ത് 5 ബാണങ്ങൾ തെരുതെരെ വെള്ളത്തിലേക്ക് എയ്തു. കഴുത്തറ്റം മുതല കാലിലെ പിടിവിട്ട് താണു. സന്തുഷ്ടനായി കരയ്ക്ക് കയറിയ ഗുരുവാകട്ടെ ശിഷ്യനെ മാറോടണച്ച് പുണർന്ന് അനുഗ്രഹിച്ചു. അനുഗ്രഹത്തോടൊപ്പം ഏറ്റവും അത്ഭുതകരമായ ബ്രഹ്മാസ്ത്രത്തെ അർജുനന് ഉപദേശിക്കുകയും ചെയ്തു. മന്ത്രം ചൊല്ലിക്കൊടുത്തിട്ട് ദ്രോണർ പറയുകയുണ്ടായി: ഈ ബാണം മനുഷ്യർക്ക് നേരെ തൊടുക്കരുത്. മനുഷ്യനല്ലാത്ത ഒരു മഹാശത്രു നേരിട്ട് വന്നാൽ മറ്റു വഴിയില്ലെങ്കിൽ മാത്രം ഈ അസ്ത്രം പ്രയോഗിച്ചു കൊള്ളുക. അർജുനൻ ഗുരുപാദങ്ങളിൽ നമസ്കരിച്ച് ആ പരമമായ ദിവ്യാസ്ത്രത്തെ ഏറ്റുവാങ്ങി വന്ദിച്ചു. കുമാരന്മാരുടെ അഭ്യാസ പാടവം ഗുരുജനങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുവാനുള്ള സമയമായിരിക്കുന്നു. രംഗഭൂമി തയ്യാറാക്കപ്പെട്ടു. 4 പാടും കാഴ്ചപ്പുരകൾ, റാണിമാർക്ക് അലങ്കൃതമായ മഞ്ചങ്ങളോട് കൂടിയ ഉയർന്ന ശാലകൾ, സ്ത്രീജനങ്ങൾക്കും പൗരജനങ്ങൾക്കും പ്രത്യേകം പന്തലുകൾ. മഹാരാജാവിന് ഉയർന്ന വേദിമേൽ കൊറ്റക്കുടയ്ക്ക് കീഴിൽ പൊന്നണിഞ്ഞ സിംഹാസനം. വിശാലമായ വേദിക്ക് ചുറ്റും പൗരജനങ്ങൾ വന്നു നിറഞ്ഞു. വാദ്യഘോഷങ്ങൾ മുഴങ്ങിത്തുടങ്ങി. വെളുത്ത വസ്ത്രവും വെളുത്ത താടിയുമായി തേജസ്വിയായ ദ്രോണാചാര്യർ മകനോടൊത്ത് വന്നെത്തി ഉയർന്ന പീഠത്തിലിരുന്നു. തുടർന്ന് ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരി, കുന്തിദേവി തുടങ്ങിയ റാണിമാരുടെയും എഴുന്നള്ളത്തായി. അവർക്ക് പിന്നിലായി രാജകുമാരന്മാരുടെ വരവായി. ജനക്കൂട്ടം ആർത്തിരമ്പി അവരെ സ്വാഗതം ചെയ്തു. ശംഖനാദം മുഴങ്ങി, മംഗളധ്വനി ഉയർന്നു. പെരുമ്പറ ഇരമ്പുകയായി. കുമാരന്മാർ ജ്യേഷ്ഠാനുജക്രമത്തിൽ അരങ്ങത്തിറങ്ങി ഭൂമി തൊട്ട് വന്ദിച്ച് തങ്ങളുടെ പാടവം കാട്ടിത്തുടങ്ങി. വാൾപ്പയറ്റും അമ്പെയ്ത്തും കുതിരപ്പുറത്തേറിയുള്ള പ്രയോഗങ്ങളും തേരോട്ടവും ആനപ്പുറത്തേറിയുള്ള അഭ്യാസങ്ങളും പ്രകടിപ്പിക്കപ്പെട്ടപ്പോൾ കാണികൾ ആർത്തു വിളിച്ചു:
പലരും അമ്പുകൊള്ളുമെന്ന് പേടിച്ച് കണ്ണടച്ചു. മല്ലയുദ്ധം ആരംഭിക്കുകയായി. ചട്ടയിട്ട് കച്ചമുറുക്കി ദുര്യോധനനും ഭീമനും രംഗത്തിറങ്ങി. പെരുംഗദകൾ കയ്യിലേന്തി കുട്ടിയാനകളെപ്പോലെ അവർ പൊരുതി തുടങ്ങി. അവരുടെ വാശിയും വീറും കണ്ട് പൗരജനങ്ങൾ രണ്ടായി പിരിഞ്ഞ് അവരെ ആർത്തി വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയായി. അന്ധനായ ധൃതരാഷ്ട്രർക്ക് വിതുരരും സ്വയം കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുന്ന ഗാന്ധാരിക്ക് സഞ്ജയനും മത്സരവിശേഷങ്ങൾ വിവരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഭീമനും ദുര്യോധനനും തീ പോലെ പകയേറുന്നതും ശത്രുഭാവത്തിൽ തമ്മിൽ അടിച്ചു വീഴ്ത്താൻ കിണയുന്നതും കാണികൾ പക്ഷം ചേർന്ന് ആർത്തി വിളിക്കുന്നതും കണ്ട് ആചാര്യൻ പുത്രനായ അശ്വത്ഥാമാവിനോട് പറഞ്ഞു, "നീ പെട്ടെന്ന് വേദിയിലിറങ്ങി പോര് തടുക്കുക. ജനങ്ങളിപ്പോൾ ചേരി തിരിഞ്ഞ് ലഹള തുടങ്ങും." ഗുരുപുത്രനായ അശ്വത്ഥാമാവ് അരങ്ങിലേക്ക് കുതിച്ചെത്തി ഗദയോങ്ങി നിൽക്കുന്ന ഇരുവരെയും തടഞ്ഞു നിർത്തി. "ആ ഇനം കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി എന്റെ പ്രിയ ശിഷ്യൻ ദേവതുല്യനായ അർജുനൻ അരങ്ങത്തെത്തുന്നു. കാണുവിൻ" എന്ന് ദ്രോണാചാര്യർ ഗംഭീര സ്വരത്തിൽ വിളിച്ചറിയിച്ചു. അർജുനൻ വേദിയിലെത്തിയപ്പോൾ ശംഖനാദം മുഴങ്ങി. വാദ്യഘോഷങ്ങൾ ഉച്ചത്തിലായി. ജനങ്ങൾ ആർത്തിരമ്പി. വേദി തൊട്ട് വന്നിച്ച് ഗുരുക്കന്മാരെ വണങ്ങിയ അർജുനൻ അസ്ത്രാവിദ്യാ പ്രദർശനം ആരംഭിച്ചു. പതിവ് പ്രയോഗങ്ങളെല്ലാം അതിവേഗം കാട്ടിയ ശേഷം ദിവ്യാസ്ത്ര ശക്തികൾ കാട്ടുകയായി. ആഗ്നേയാസ്ത്രത്താൽ തീ ആളിക്കത്തിച്ചു. വരുണാസ്ത്രത്താൽ ജലപ്രവാഹമുണ്ടാക്കി. വായവ്യത്താൽ ഉഗ്രമായി കാറ്റടിപ്പിച്ചു. പാർജന്യാസ്ത്രത്താൽ മഴ പെയ്പ്പിച്ചു കാട്ടി. ഉയർന്നും താണും തേരിലേറിയും ഉടനിറങ്ങിയും കാണാതായും മുകളിലും താഴെയും ചുറ്റിലും ഒരുപോലെ പറന്നെത്തി അമ്പെയ്ത് നിറച്ചും അർജുനൻ കാണികളെ അമ്പരിപ്പിച്ചു. വാളും ഗദയും കയ്യിലേന്തി അടവുകൾ കാട്ടി തകർത്ത് എല്ലാവിധത്തിലും കാണികൾക്ക് പരമാഹ്ലാദമേകിക്കൊണ്ട് പാർത്ഥൻ തന്റെ പാടവം കാട്ടി മുഴിപ്പിക്കവേ വാദ്യഘോഷങ്ങൾ പതുക്കെ അടങ്ങിത്തുടങ്ങവേ പെട്ടെന്ന് ദ്വാരവേദിയിൽ ഇടിവെട്ടും പോലെ ഒരു കൈകൊട്ടൽ കേൾക്കായി. അതാരെന്ന് അമ്പരപ്പോടെ നോക്കി നിന്ന ജനക്കൂട്ടത്തിന് പ്രവേശനദ്വാരത്തിൽ പൊൻചട്ടയിട്ട ജ്വലിക്കുന്ന കുണ്ടലങ്ങളണിഞ്ഞ മഹാഭുജനും ദീർഘലോചനനും പൊൻപന പോലെ ശോഭിക്കുന്നവനുമായ ഒരു യുവാവ് കൈകൊട്ടിക്കൊണ്ട് നിൽക്കുന്നത് കാണായി. "ആരിവൻ" എന്ന് സർവരും അത്ഭുതം കൊണ്ട് കൺമിഴിച്ച് സ്തബ്ധരായി നിന്നുപോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.